സർഗ കൈരളി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ശ്വേതകേതുവിന്റെ തിരിച്ചറിവ് എന്ന ഉപനിഷത്ത് കഥയുടെ അവസാന ഭാഗം കേൾക്കാം. സമർപ്പണം PMN നമ്പൂതിരി. അവതരണം ഗായത്രി ജഗദീശൻ. ജീവാത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും ഉദ്ദാലകൻ അനേക തത്വങ്ങൾ മകൻ ശ്വേതകേതുവിന് ഉപദേശിച്ചു കൊടുത്ത ശേഷം മകനോട് ഒരു പേരാൽ വിത്ത് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. പിതാവിന്റെ നിർദ്ദേശപ്രകാരം ശ്വേതകേതു ഒരു പേരാൽ വിത്ത് കൊണ്ടുവരികയും പിതാവിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ഉദ്ദാലകൻ മകനോട് പറഞ്ഞു, മകനീ ശ്വേതകേതു, നീ ആ വിത്ത് പൊളിച്ചു നോക്കി അതിൽ നീ കാണുന്നത് എന്താണെന്ന് എന്നോട് പറയുക. അച്ഛന്റെ നിർദ്ദേശപ്രകാരം ശ്വേതകേതു ആ വിത്ത് പൊളിച്ചു നോക്കി. അച്ഛനോട് പറഞ്ഞു, അച്ഛ, അതിൽ അണുക്കളെ പോലെ ചെറിയ വിത്തുകൾ കാണുന്നുണ്ട്. അതു കേട്ട് ഉദ്ദാലകൻ പറഞ്ഞു, ശരി, എന്നാൽ അതിലെ ഒരു വിത്തെടുത്ത് പൊളിച്ചു നോക്കൂ. ശ്വേതകേതു അച്ഛന്റെ നിർദ്ദേശപ്രകാരം അതിലെ ഒരു വിത്ത് പൊളിച്ചു നോക്കി. അത് കണ്ട ഉദ്ദാലകൻ മകനോട് ചോദിച്ചു, മകനി, നീ ഇപ്പോൾ ആ വിത്തിൽ എന്താണ് കാണുന്നത്? അതിനു മറുപടിയായി ശ്വേതകേതു പറഞ്ഞു, അച്ഛാ, ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഇത് കേട്ട ഉദ്ദാലക മഹർഷി പറഞ്ഞു, മകനെ ശ്വേതകേതു, നീ ഈ വിത്തിനുള്ളിൽ ഒന്നും കാണുന്നില്ലെങ്കിലും അതിൽ പേരാലിന്റെ ബീജമായി ചെറിയൊരു അംശമുണ്ട്. ആ ചെറിയ ബീജമാണ് വലിയ വൃക്ഷമായി വളരുന്നത്. ഇതുപോലെയാണ് സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലമുണ്ടാകുന്നത്. സൂക്ഷ്മമായ ആത്മാവ് നാനാ രൂപങ്ങളോടുകൂടിയ സ്ഥൂല പ്രപഞ്ചമായി ഈ വിധം മാറുകയാണ്. വളരെ ക്ഷമയോടും ആകാംക്ഷയോടും പിതാവിന്റെ ഉപദേശം കേട്ട ശ്വേതകേതുവിന് മറ്റൊരു സംശയമുണ്ടായി. അവൻ പിതാവിനോട് ചോദിച്ചു, പിതാവേ, സത്തായ ആത്മാവാണ് പ്രപഞ്ചത്തിലെ എല്ലാത്തിനും കാരണമെങ്കിൽ അതിനെ പ്രത്യക്ഷമായി കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? മകന്റെ ഈ സംശയത്തിന് ഉദ്ദാലകൻ പറഞ്ഞു, മകനെ, നീ ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്തിട്ട് അതിൽ കുറെ ഉപ്പിടുക. എന്നിട്ട് അതെന്നെ കാണിക്കൂ. ശ്വേതകേതു അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഉപ്പിട്ട ജലവുമായി ശ്വേതകേതു അച്ഛന്റെ അടുത്തെത്തി. അപ്പോൾ ഉദ്ദാലകൻ മകനോട് ചോദിച്ചു, മകനീ ശ്വേതകേതു, നീ ഇന്നലെ ഈ വെള്ളത്തിലിട്ട ഉപ്പ് എവിടെ പോയി? അപ്പോൾ മകൻ പറഞ്ഞു, അച്ഛാ, അത് കാണുന്നില്ലല്ലോ. അതു കേട്ട് ഉദ്ദാലകൻ മകനോട് ആ വെള്ളം അല്പമെടുത്ത് രുചിച്ചു നോക്കാൻ പറഞ്ഞു. അപ്രകാരം ശ്വേതകേതു ആ ജലം അല്പമെടുത്ത് രുചിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇത് ഉപ്പുരസമുള്ളതാണല്ലോ അച്ഛാ. അതു കേട്ട ഉദ്ദാലകൻ പറഞ്ഞു, മകനി, നീ ആ വെള്ളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രസം നോക്കുക. അതു കേട്ട ശ്വേതകേതു അപ്രകാരം ചെയ്തു. എല്ലാ ഭാഗങ്ങളിലും ഉപ്പ് രസം നിറഞ്ഞിരിക്കുന്നു. അയാൾ മനസ്സിലാക്കി. അത് അച്ഛനോട് പറയുകയും ചെയ്തു. അതു കേട്ട ഉദ്ദാലകൻ പറഞ്ഞു, നീ ഇന്നലെ വെള്ളത്തിലിട്ട ഉപ്പ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പക്ഷേ വെള്ളത്തിലെ ഉപ്പിനെ നിനക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. എങ്കിലും രുചിച്ചു നോക്കിയിട്ട് രസം കൊണ്ട് ഉപ്പിനെ അറിയാമല്ലോ. അതുപോലെ ഓരോ ശരീരത്തിലുമുള്ള ആത്മാവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും മറ്റു വിധത്തിൽ അതിനെ അനുഭവിച്ചറിയാൻ കഴിയും. ഇതു കേട്ട ശ്വേതകേതുവിന് ഒരു സംശയവും കൂടി ബാക്കി നിന്നു. അയാൾ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, വെള്ളത്തിലെ ഉപ്പിനെ സ്വാദ് കൊണ്ട് അറിയുന്നത് പോലെ ആത്മാവിനെ എന്തുകൊണ്ടാണ് അറിയുക? അതിന് ഉദ്ദാലകൻ പറഞ്ഞ മറുപടി, കള്ളന്മാർ ഒരുവനെ പിടികൂടി കണ്ണുകെട്ടി കാട്ടിൽ കൊണ്ട് വിട്ടിട്ട് കടന്നു കളഞ്ഞെന്നിരിക്കട്ടെ. അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. വഴി അറിയാതെയും സഹായിക്കാൻ ആരുമില്ലാതെയും കാട്ടുപാതയിൽ അവന് എത്ര കാലം വിഷമിച്ച് വലയേണ്ടി വരും? ആ വഴി വരുന്ന ദയാലുവായ ഒരാൾ അവന്റെ കെട്ടഴിച്ച് ആശ്വസിപ്പിച്ച് സ്വന്തം നാട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ ശ്രേഷ്ഠനായ ഒരു ഗുരുവിന്റെ സഹായത്താൽ ആത്മാവിനെ അറിയാനാകും. കാരുണ്യവാനും ആത്മജ്ഞാനിയുമായ ഒരു ഗുരുവിന്റെ ഉപദേശാനുസാരം
സൂക്ഷ്മമായ ആത്മഭാവത്തെ അനുഭവിക്കാൻ കഴിയും. സ്വസ്വരൂപത്തെ അറിഞ്ഞാനന്ദിക്കുന്നവന് പിന്നെ യാതൊരുവിധ ദുഃഖങ്ങളും ഉണ്ടാകുന്നില്ല. അങ്ങനെ ശ്വേതകേതുവിന്റെ എല്ലാ സംശയങ്ങളെയും ഉദ്ദാലകൻ ഉപദേശിച്ച് ഇല്ലാതാക്കി. എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ആ സത്ത് തന്റെ ആത്മാവ് തന്നെയാണെന്ന് അറിഞ്ഞ് ശ്വേതകേതു സംതൃപ്തനായി. സുപ്രസിദ്ധങ്ങളായ 4 വേദാന്ത മഹാവാക്യങ്ങളിൽ വെച്ച് പ്രധാനപ്പെട്ട ഒന്നാണ് തത്വമസി എന്ന വാക്യം. ഉദ്ദാലകന്റെയും ശ്വേതകേതുവിന്റെയും ഈ കഥാഭാഗമാണ് തത്വമസി എന്ന മഹാവാക്യം ആദ്യം ഉപദേശിക്കപ്പെടുന്നത്. പരമാർത്ഥത്തിൽ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ഏകസത്ത ബ്രഹ്മം മാത്രമാണ്. എല്ലാ ജീവന്മാർക്കും അധിഷ്ഠാനമായിരിക്കുന്ന സത്ത ആത്മാവിൻ്റെതാണ്. പക്ഷേ ശരീര സംബന്ധം കൊണ്ട് ജീവൻ തൻ്റെ യഥാർത്ഥ സത്തയെ അറിയുന്നില്ല. എന്നാൽ ഗുരുപദേശവും ശാസ്ത്രവിചാരവും കൊണ്ട് ശിഷ്യന് യാഥാർത്ഥ്യം ബോധ്യമാകും. എങ്കിലും പൂർണ്ണമായ ജ്ഞാനം ഉണ്ടാകണമെന്നില്ല. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന അവസരത്തിലാണ് ഗുരുക്കന്മാർ ശിഷ്യർക്ക് തത്വമസി എന്ന ഉപദേശം നൽകുന്നത്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു കഥയുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.